ഇതെന്തായാലും മടങ്ങണില്ല. ഫോർമാലിറ്റി ഹെഡി മാറ്റി 27 ഇവിടെ ഇടുന്നത്. പോകുമ്പോ ഓഫാക്കും കൂടി ശരിയാക്കണം കേട്ടോ. അപ്പുറത്തെ ക്ലാസ്സിലെ റിമോട്ടിലും ഇത് വർക്ക് ചെയ്യും. അതല്ല ഞാൻ പറഞ്ഞത്, അപ്പുറത്തെ റിമോട്ട് എടുത്താൽ ഈ ഇത് വർക്കാവും എന്ന് പറഞ്ഞതാണ്. ഓൺലൈൻ വെച്ചായിരുന്നോ? പക്ഷെ എടുക്കാം, ഓൺലൈൻ എടുക്കാം. മൈക്ക് ഇവിടെ ഉണ്ട് പക്ഷേ. എന്താടാ എഴുതിയുടെ? find two positive numbers whose sum is 16 and the sum of whose cube is minimum. അപ്പൊ എന്താണ്? ടു പോസിറ്റീവ് നമ്പേഴ്സ് എഴുതണം. അതിന്റെ സം എത്രയെന്നാ പറഞ്ഞേക്കണ? സം 16ഉം സം ഓഫ് ക്യൂബ്. ഇത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അത് കുറച്ചുകൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് റിവിഷൻ തുടങ്ങാം. ടു പോസിറ്റീവ് നമ്പേഴ്സ് whose sum is 16 and the sum of whose cube is minimum. സം 16 ആയിരിക്കണം. അപ്പൊ ലെറ്റ് ഒരു നമ്പർ എക്സ് എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്പർ എന്തായിരിക്കും? ആ നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടണം അല്ലെ? അപ്പൊ നമുക്കത് വൈന്ന് എടുക്കാം അല്ലെ? വിച്ച് ഇസ് ഈക്വൽ ടു 16 ആയിരിക്കണം. രണ്ട് നമ്പറുകളുടെ സം ആഡ് ചെയ്യുമ്പോൾ കേൾക്കണ്ട ദേവൻ എന്താ പറഞ്ഞ? രണ്ട് സമ്മകളുടെ സം ആഡ് ചെയ്യുമ്പോൾ 16 കിട്ടണം. അപ്പൊ മറ്റേ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? y ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഒരു നമ്പർ എക്സ് ആണെങ്കിൽ മറ്റേ നമ്പർ എന്തായിരിക്കും? y ഈക്വൽ ടു 16 മൈനസ് എക്സ് അല്ലേ? അപ്പൊ ലെറ്റ് ദ ഫസ്റ്റ് നമ്പർ എന്താണ്? ഫസ്റ്റ് നമ്പർ എക്സ്. രണ്ടാമത്തെ നമ്പർ എന്ത്? സെക്കൻഡ് നമ്പർ 16 മൈനസ് എക്സ് എന്ന് എടുക്കാം. ആദ്യത്തെ നമ്പർ എക്സ്, രണ്ടാമത്തെ നമ്പർ 16 മൈനസ് എക്സ്. പിന്നെ എന്താ ഇവര് പറഞ്ഞേക്കണ? ഇവരുടെ സമ്മിന്റെ ക്യൂബ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം എന്നാ പറയുന്നത്. ഇങ്ക് വേറെ ഇല്ലടാ. അതായത് വേറെ ഇത് കാണുന്നില്ല. എനിക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ റെഡ് ഉള്ളു തോന്നുന്നു ഇപ്പൊ. അപ്പൊ എന്താ പറഞ്ഞേക്കണ? സമ്മിന്റെ എന്താ പറഞ്ഞേക്കണ? ക്യൂബ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ആൻഡ് ദ സം ഓഫ് ഹൂസ് ക്യൂബ് ഈസ് മിനിമം. സം ഓഫ് ക്യൂബ് ആണ്. അപ്പൊ സം ഓഫ് ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് ക്യൂബ് എന്ന് പറയണത് എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് എന്താണ്? 16 മൈനസ് എക്സ്. ഇതിന്റെ വാല്യൂ മിനിമം ആയിട്ടുള്ള രണ്ട് നമ്പർ കണ്ടുപിടിക്കാനായി പറഞ്ഞേക്കണം. കേക്കണ്ട? ഫസ്റ്റ് നമ്മൾ രണ്ട് നമ്പറിന്റെ സം എന്തായിരിക്കണം? 16 ആയിരിക്കണം. അപ്പൊ ഒരു നമ്പർ എക്സ് എന്ന് കിട്ടി, മറ്റേ നമ്പർ 16 മൈനസ് എക്സ് എന്ന് കിട്ടി. പിന്നെ വേറൊരു കണ്ടീഷൻ എന്താ പറഞ്ഞത്? അതിന്റെ ക്യൂബിന്റെ സം എന്തായിരിക്കണം? മിനിമം വരുന്ന രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും. വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് ആ എക്സിന്റെ വാല്യൂ എന്താണ്? മിനിമം ആണെന്നാണ് ചെക്ക് ചെയ്യാൻ പോണത്. ഇത് ഏത് ടെസ്റ്റ് ആയിട്ട് വരോടെ? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ സം ഓഫ് ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 16 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ്. അപ്പൊ എന്താണ്? അപ്പൊ സം ഓഫ് ക്യൂബ് ഞാൻ എസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് ഫംഗ്ഷൻ എടുത്തത്. അപ്പൊ ആദ്യം ഡി എസ് ബൈ ഡി എക്സ് ആദ്യം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ എങ്ങനെ കിട്ടും? 3x സ്ക്വയർ പ്ലസ് എന്ത് വരും? 3 ഇൻറ്റു എന്താണ്? ഡെറിവേറ്റീവ് എടുക്കണം. എത്ര കിട്ടി? 3x സ്ക്വയർ പ്ലസ് എന്ത് വന്ന്? 316 മൈനസ് എക്സ് ഹോൾ റേസ് ടു ഹോൾ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു -1. ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ആട്ടെ. അപ്പൊ 3x സ്ക്വയർ എങ്ങനെ വരും?
ഈ മൈനസ് ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കാം. 3 into 16 എത്ര വരും? 32 അല്ലേ? അതെ, 16 into 3 എന്താ? 48. 48 മൈനസ് 3x. പിന്നെ പുറത്തൊരു സ്ക്വയർ ഉണ്ടല്ലേ, സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. സ്ക്വയർ ഞാൻ കണ്ടില്ല. എക്സ്പാൻഡ് ചെയ്യപ്പോ എങ്ങനെ വന്നടാ? 3 into a square. 16 into 16 പറഞ്ഞിടോ ഒന്ന് നോക്കിക്കേ. അതുകൊള്ളാം. a square minus 2ab plus b square. 16 into 16 256 minus 32 x plus അല്ലേ x square. ഇനി 3 പുറത്തൊരു മൈനസ് കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ ആ മൈനസ് നമുക്ക് -3 ആക്കാം. ഇനി അതൊക്കെ തൊട്ട് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്ന് പറഞ്ഞേ. സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഏതാടാ? അത് നോക്കാം. ഇതാ 96 മൈനസ് 3x². അപ്പൊ അത് രണ്ടും കട്ടാക്കാല്ല. ഇത് രണ്ടും കട്ടാക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം കേട്ടോ. ഇത് എത്ര ആയിട്ട് നോക്കിയടാ? x ഈക്വൽ ടു അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 8. ഇനി അപ്പൊ നമ്മൾ ഇവിടെ എന്താ നമ്മൾ ചെയ്ത്? ഫസ്റ്റ് നമ്മൾ എന്തൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ മാക്സിമം ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഫംഗ്ഷൻ എഴുതുക. ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മള് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക ഫംഗ്ഷന്. ഫംഗ്ഷൻ ഏതാ നമ്മുടെ? ഇതല്ലേ ഫംഗ്ഷൻ. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? d സ്ക്വയർ എസ് ബൈ dx സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോ എന്ത് കിട്ടും? ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ വന്നത്? അതായത് ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? ഇതല്ലേ കിട്ടിയത്? ഇതല്ലേ കിട്ടിയത്? കോൺസ്റ്റന്റ് 96 അപ്പൊ ഇതിന്റെ ഒരു ഡെറിവേറ്റീവ് കൂടെ എടുക്കുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് പോവും. 96 കിട്ടി. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ് നമുക്ക് കിട്ടിയത്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് കിട്ടിയേക്കണ എക്സ് എന്തായിരിക്കുള്ളൂ? അത് മിനിമം ആയിരിക്കുള്ളൂ കേട്ടാ. അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ പറയണ ഇതാണ്. എന്ത്? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടണം? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമം ആയിരിക്കുള്ളൂ. എന്താ കണ്ണടക്കണം? എന്താടാ? ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? മിനിമം വാല്യൂ. അപ്പൊ ഫംഗ്ഷൻ എഴുതുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ട? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്തായിരിക്കുള്ളൂ? മിനിമം ആയിരിക്കും. ലെസ് ദാൻ 0 ആണെങ്കിലാ മാക്സിമം ആയിരിക്കുള്ളൂ. ഈ ഏരിയയുടെ പ്രോബ്ലം ഏതാണുള്ളത്? ബെസ്റ്റ്. ഇനി അടുത്തൊരു ക്വസ്റ്റൻ എഴുതിക്കേ. അടുത്തതായ ഏരിയയുടെ ഒക്കെയാണാടാ. സ്ക്വയർ ഉണ്ടാ. അടുത്തത് സ്ക്വയർ ഓഫ് പീസ് ഓഫ് ടിൻ ഓഫ് സൈഡ് 18 centimeter is to made into a box without top. Is made into a box without top. Without a top by cutting a square from each corner. By cutting a square from each corner and folding up
the flaps to form the box. Each corner and folding up the flaps to form a box. And folding up the flaps to form a box. What should be the side of the square? What should be the side of the square to be cut off so the volume of the box is maximum possible? Side of the square to be cut off so that the volume of the box is maximum possible. അപ്പൊ എന്താ പറഞ്ഞേക്കണ, ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു അല്ലെ. ആ സ്ക്വയറിന്റെ സൈഡുകളൊക്കെ മടക്കിയിട്ട് എന്തുണ്ടാക്കണേ, നമ്മൾ ചിലപ്പോ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കാറില്ലേ. നമ്മള് ഒരു സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 4 സൈഡും മടക്കിയിട്ട് ബോക്സ് പോലെ ഉണ്ടാക്കാം. അപ്പൊ ആ മടക്കിയ പൊസിഷനാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം. നോക്കിക്കേ, 4 മൂല ഞാൻ മടക്കിയതിന്റെ. ടോട്ടൽ ആദ്യത്തെ സ്ക്വയറിന്റെ ലെങ്ത് എത്ര എന്താ പറഞ്ഞേക്കുന്നത്? സ്ക്വയർ അല്ല, ഇപ്പൊ റെക്ടാങ്കിൾ പോലെ ഇരിക്കണ കേട്ടോ. ടോട്ടൽ ലെങ്ത് എത്ര എന്താ പറഞ്ഞ 18 സെന്റിമീറ്റർ. നമ്മളോട് ഇപ്പൊ എന്താ ചോദിച്ചേക്കണത്? ഇതിന്റെ വോളിയം മാക്സിമം ആകണമെങ്കിൽ ഞാൻ എവിടെ വെച്ച് മടക്കണം എന്നാ ചോദിച്ചേക്കണം. അതായത് ഈ ലെങ്ത് എന്തോരം ആയാലാണ് ഇതിന്റെ വോളിയം മാക്സിമം ആകണത്. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് 18 ആണെങ്കിൽ ഇത് ഇവിടം വരെയുള്ള നമുക്ക് അറിയില്ലല്ലോ ലെങ്ത്, ഒരേപോലെ ആയിരിക്കും മടക്കിയേക്കണം. അപ്പൊ ഇതിന് നമുക്ക് എന്തെന്ന് എടുക്കാം? എക്സ് എന്ന് എടുക്കാം. ഇപ്പുറത്തെ സൈഡ് നമുക്ക് എന്തെന്ന് എടുക്കാം? അതിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പൊ നടുക്കത്തെ ഭാഗം എന്തായിരിക്കും? ഇത് എക്സ്, ഇത് എക്സ്. അപ്പൊ ഈ ഒരു പൊസിഷൻ എന്തായിരിക്കും? അതായത് 18 നിന്ന് 2 എക്സുകൾ കുറയ്ക്കുന്ന ഭാഗമല്ലേ ഇത്. അപ്പൊ ആ ലെങ്ത് നമുക്ക് എന്ത് ചെയ്താ? 18 മൈനസ് 2x. അപ്പൊ നമുക്ക് അപ്പൊ ബാക്കിയുള്ള സൈഡുകൾ എന്ത് തന്നെ ആയിരിക്കും? സ്ക്വയർ ആയതുകൊണ്ടിട്ട് എല്ലാ സൈഡും 18 മൈനസ് 2x ആയിരിക്കും. ഇത് 18 മൈനസ് 2x ആയിരിക്കും. ഇതും എന്തായിരിക്കും? 18 മൈനസ് 2x ആയിരിക്കും. എന്താണ് പൊക്കത്തുള്ള അതെല്ലാം എക്സ് ആയിരിക്കുള്ളൂ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? വോളിയം എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കും. അപ്പൊ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താടാ? വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ലെങ്ത് എത്രയാ? 18 മൈനസ് 2x. ബ്രെഡ്ത്ത് എന്താ? 18 മൈനസ് 2x. എന്തായിരിക്കും ഹൈറ്റ്? എന്തായിരിക്കും ഹൈറ്റ്? ആലോചിച്ച് നോക്ക്. എന്ത്? അപ്പൊ വോളിയം ഈക്വൽ ടു എന്താ? എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ലെങ്ത് എന്താണ്? 18 മൈനസ് എക്സ്. മറ്റേത് എന്താ? 18 മൈനസ് എക്സ് ഇൻറ്റു എക്സ്. ഇനി 18 മൈനസ് എക്സ് നമുക്ക് 18 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 18 മൈനസ് 2x, സോറി മാറിപ്പോയി. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ഈക്വൽ ടു 0 കൊടുക്കുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 0 ആണെങ്കിലായിരിക്കും ആ എക്സിന്റെ വാല്യൂ മാക്സിമം ആയിട്ട് വരുന്നത്. കണ്ടുപിടിച്ച വേഗം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? dv ബൈ dx. ഈ ചാപ്റ്റർ എളുപ്പമാണ് കേട്ടോ, ഭയങ്കര പാടൊന്നുമില്ല കേട്ടോ. ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തെടുക്കാനാണ് കുറച്ച് പണി ഇതില്. എന്താണ് നിന്റെ കണ്ണ് അങ്ങനെ പോയത്? അത് ആലോചിച്ച ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അല്ല ഇതൊക്കെ എളുപ്പമുള്ളതല്ലേ? അല്ല ഇതിപ്പോ നീ ചെയ്തു വന്നപ്പോ എളുപ്പമില്ലേ? അപ്പൊ നോക്ക്, 18 മൈനസ് 2x ഹോൾ സ്ക്വയർ. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താടാ? തലക്കിട്ടേ കൂട്ടും. 45 ഓഫ് ആക്ക്. 18 മൈനസ് 2x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞേ. ദേവ അതിന് സമയമില്ല കേട്ടോ അധികം. എടാ ഇത് നോക്കി പറയടാ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്. ഇവിടെ 2 ഫംഗ്ഷൻ ആക്കി എടുക്കുക.
അല്ല വേണ്ട അകത്തോട്ട് അല്ലെങ്കിൽ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തോളാം. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് എന്ത് വരും 1 അല്ലെ പ്ലസ് സെക്കൻഡ് പ്ലസ് അല്ലേ പ്ലസ് എക്സ് ഇൻറ്റു 2 ഇൻറ്റു 18 മൈനസ് 2x ഇൻറ്റു അപ്പൊ എങ്ങനെയാവും അത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പോ 18 മൈനസ് 2x ഇത് നമുക്ക് 8 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4x അല്ലെ മൈനസ് 4x ഇൻറ്റു 18 മൈനസ് 2x മൈനസ് 4x തന്നെ അല്ലേ വന്നത്. ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചില്ലേ ഇതാണ് ഇക്വേഷൻ നമ്മുടെ. മൈനസ് 4x പ്ലസ് 2x എന്ന് പറയുന്നത് എന്താ മൈനസ് 8x സ്ക്വയർ അല്ലെ പ്ലസ് നീ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് 18 മൈനസ് 2x പുറത്തെടുക്കണം. എക്സിന്റെ വാല്യൂ രണ്ട് വാല്യൂ ഉണ്ട് 3 9 അപ്പൊ ഇതിൽ നിന്ന് 18 മൈനസ് എക്സ് പുറത്തെടുക്കാം. അപ്പൊ എന്ത് വരും ഇവിടെ 18 മൈനസ് 2x മൈനസ് 4 അല്ലെ മൈനസ് 4 അല്ലേടാ 18 മൈനസ് 2x മൈനസ് 4 വരും. ഇങ്ങനെ തന്നെ അല്ലേ വന്നത് 8 മൈനസ് 4 എത്ര വന്ന് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ അത് ഇവിടെ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനെ വരും മൈനസ് 2x മൈനസ് 4x മൈനസ് 6x. ഇനി എന്താ ചെയ്യണ്ട dv/dx ആണ് കിട്ടിയത്. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യും ഓരോന്ന് ഈക്വൽ ടു 0 കൊടുക്കാം. ഇപ്പഴത്തെ സൈഡ് ഈക്വൽ ടു 0 അപ്പൊ 18 മൈനസ് 2 ഈക്വൽ ടു 0 18 മൈനസ് 6 ഇസ് ഈക്വൽ ടു 0 അപ്പൊ 18 മൈനസ് 2x ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും x ഈക്വൽ ടു 3 ഇട്ടോടാ 9 കിട്ടും. മറ്റേതാ x ഈക്വൽ ടു 3 കിട്ടും. രണ്ട് വാല്യൂസ് കിട്ടും. ഇനി അതിൽ എപ്പോഴാണ് ഫംഗ്ഷൻ മിനിമം ആണെന്ന് നോക്കിക്കോന്ന്. രണ്ട് വാല്യൂസും സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എത്ര കിട്ടിയ ഫസ്റ്റ് ഡെറിവേറ്റീവ് നിങ്ങൾ ഇവിടം വരെ അല്ലേ എടുത്തത് ഇതല്ലേ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തത് അല്ലേ അതിൽ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ എത്ര ഡി സ്ക്വയർ v/dx സ്ക്വയർ എന്ത് വരും ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ 18 മൈനസ് 2x ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്താ 6x ആണോ മൈനസ് 6 പ്ലസ് മറ്റേത് 18 മൈനസ് 6x ഇൻറ്റു എന്ത് വരും ഇപ്പഴത്തെ ഡെറിവേറ്റീവ് 2 ആണോ മൈനസ് 2. അപ്പൊ എത്ര ഇട്ടൊന്ന് ഷോർട്ട് ആക്കിക്കൊന്ന് അത്ര നിൽക്കട്ടെ. ഇനി നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഇതല്ലേ കിട്ടിയത്. അപ്പൊ ഇനി നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ അടുത്ത് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. എക്സ് ഈക്വൽ ടു 3 കൊടുക്കുക എക്സ് ഈക്വൽ ടു 9 കൊടുക്കുക. അപ്പോഴേതിലാണ് എന്ത് കിട്ടണമെന്ന് നോക്കണം ലെസ് ദാൻ 0 കിട്ടണമെന്ന് നോക്കണം.
ആ അപ്പൊ അതായിരിക്കും എന്ത്, അവിടെ വെച്ച് മടക്കിയാലാണ് വോളിയം മാക്സിമം കിട്ടുള്ളൂ. ഓക്കെ, എക്സ് ഈക്വൽ ടു 3 കിട്ടുമ്പോ എത്ര കിട്ടി വാല്യൂ? -72 കിട്ടി. അപ്പൊ -72 ലെസ് ദാൻ 0 ആയിരിക്കും. ഫംഗ്ഷൻ ഈസ് അറ്റൈൻസ് മാക്സിമം ഓൺ ദിസ് പോയിന്റ്. എക്സ് ഈക്വൽ ടു 3 ആയിരിക്കും മാക്സിമം പോയിന്റ് വരുന്നത്. ഇവിടെ ഫംഗ്ഷൻ ഉണ്ടാക്കിയാൽ തന്നെ കിട്ടൂടെ 2 മാർക്ക്. പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കണേനും കിട്ടും. ഫംഗ്ഷൻ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലേ നോക്കിയിട്ട്. എന്താണ് 9 ഇട്ട് കൊടുക്കുമ്പോ >0 വരുമായിരിക്കും കേട്ടോ. എക്സ് ഈക്വൽ ടു 3 അവിടെ വെച്ച് മടക്കിയാലാണ് ഈ ബോക്സിന് മാക്സിമം വോളിയം കിട്ടുള്ളൂ. ദേവന്റെ ക്ലാസ് കഴിഞ്ഞാടാ? അപ്പൊ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ആ ഇന്ന് സാറ്റർഡേ ഉണ്ടല്ലേ. ഏത് പ്ലസ് അല്ല മൈനസ് അല്ലേ? മറ്റേത് എക്സ് ഈക്വൽ ടു 9 ഇട്ട് കൊടുത്തു. എത്ര കിട്ടിയ നിനക്ക്? എത്ര കിട്ടിയ? നീ ഏതിലിട്ട് കൊടുത്ത? സെക്കൻഡ് ഡെറിവേറ്റീവിലാണോ കൊണ്ടിട്ട് കൊടുത്ത? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അടുത്തൊന്നായിരിക്കും. ഷോ ദാറ്റ് right circular cylinder of given surface. Show that right circular cylinder of given surface and maximum volume is such that. Show that right circular cylinder of given surface, right circular cylinder of given surface and maximum volume is such that its height is equal to the diameter of the space. Its height is equal to the diameter of the base. സിലിണ്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ഷേപ്പ്? എന്തായിരിക്കും ഷേപ്പ്? മുകളിലും താഴ്ത്തും എന്തായിരിക്കും സിലിണ്ടറിൽ? ഡയമീറ്റർ ഓഫ് ദി ബേസ്. എന്താടാ ദേവാ സിലിണ്ടർ? മുകളിലും താഴ്ത്തും എന്ത് സാധനം? കോളല്ലേ? ആ അതെ തന്നെ. മുകളിലും താഴ്ത്തും എന്തായിരിക്കും? കോള്. സർക്കിള്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത്? ഈ സിലിണ്ടറിന്റെ മാക്സിമം വോളിയം എപ്പോഴാ വരേണ്ടത്? എന്താണ് പറഞ്ഞേക്കണ ക്വസ്റ്റ്യൻ? മാക്സിമം വോളിയം വരുന്നത് എപ്പോഴാന്നാ പറഞ്ഞേക്കണ? ഇറ്റ്സ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ദ ബേസ്. അതായത് ഇതിന്റെ ഹൈറ്റ് കണ്ട, ഇതിന്റെ ഹൈറ്റ് ഇവിടെ ഡയമീറ്റർ വരുമ്പോഴായിരിക്കും ഈ സിലിണ്ടറിന് മാക്സിമം വോളിയം കിട്ടണമെന്നാണ് കാണിക്കേണ്ടത്. മനസ്സിലായോ ക്വസ്റ്റ്യൻ? അപ്പൊ ഈ ഹൈറ്റ് തന്നെ ഡയമീറ്റർ ആയിട്ട് വരുമ്പോഴായിരിക്കും ഈ സിലിണ്ടറിന് മാക്സിമം വോളിയം കിട്ടണമെന്ന് പറഞ്ഞേക്കണം. അപ്പൊ സിലിണ്ടറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ? സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് 2πr 2πrh അല്ലേ? അല്ല 2πr സ്ക്വയർ പ്ലസ് 2πrh. അപ്പൊ സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ എന്താണ്? അത് ആദ്യം ഇരിക്കെ. സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു 2πr സ്ക്വയർ പ്ലസ് 2πr സ്ക്വയർ പ്ലസ് 2πrh. 2πrh ഇതാണ് സർഫസ് ഓഫ് ദി സിലിണ്ടർ. ഇതിന് h ഈക്വൽ ടു കണ്ടുപിടിച്ചേ. h ഈക്വൽ ടു കണ്ടുപിടിക്കാതെ നീ ഉദ്ദേശിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് പുറത്തോട്ടിട്ടായിരിക്കും. ഇനി ഇതിന്ന് h ഈക്വൽ ടു കണ്ടുപിടിക്കേ. സ്ക്വയർ ബൈ 2πr.
അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ h ഈക്വൽ ടു എന്ത് കിട്ടി? ഇതല്ലേ കിട്ടിയ? ഇനി വോളിയത്തിന്റെ ഇക്വേഷനിൽ കൊണ്ട് ഈ h ഇട്ട് കൊടുക്കാം. വോളിയം എന്തായിരുന്നു സിലിണ്ടറിന്റെ? പൈ ആർ സ്ക്വയർ h ആണ് വോളിയം. ആ പൈ ആർ സ്ക്വയർ h കൊണ്ട് ഇതിട്ട് കൊടുത്തേ. പൈ ആർ സ്ക്വയറിൽ കൊണ്ട് h ഇട്ട് കൊടുക്കാം. h ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. നമുക്കൊന്ന് പറഞ്ഞു. ആ 1/2 ഇല്ലേ? It is equal to വോളിയം കിട്ടി. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇനി എന്ത് ചെയ്യണം? dv/dx കണ്ടുപിടിക്കാം. dv/dx ആണ്. അല്ലല്ല, ഇവിടെ ആറിന്റെ ടേംസ് അല്ല എടുക്കാം. അപ്പൊ dv/dr കണ്ടുപിടിക്കാം. എന്നിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക, ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, ആറിന്റെ വാല്യൂ ലെസ് ദാൻ 0 എന്ന് കാണിക്കാം. ക്വസ്റ്റനിൽ എന്താ പറഞ്ഞേക്കണം? മാക്സിമം വോളിയം എന്നാ പറഞ്ഞേക്കണം. മാക്സിമം എന്നാ മിനിമം എന്നാണ് പറഞ്ഞേക്കണം? മാക്സിമം. നിന്റെ ക്ലാസ് എപ്പോഴാണ് തീരാണ്? ഇതിന്റെ അടുത്ത ആഴ്ച? എക്സാം കഴിഞ്ഞ് നടക്കും. എപ്പോ എക്സാം? ഒരാഴ്ച. എന്താടാ? കമ്പ്യൂട്ടർ സയൻസ്, BSc മാത്സ്, അത് കഴിഞ്ഞ് MSc മാത്സ്, അത് കഴിഞ്ഞ് B.Ed, അത് കഴിഞ്ഞ് B.Ed. എന്താണ്? B.Ed ഡിഗ്രി കഴിഞ്ഞ് കൊടുക്കാം. എന്താ കിട്ടി? സെക്കൻഡ് ഡെറിവേറ്റീവ് ആണോ 6/r? അല്ല, സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 എന്ന് കിട്ടിയാൽ മതി. നമുക്കൊരു x കിട്ടിയില്ലേ? സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 കിട്ടിയത്. അപ്പൊ എന്താ നമുക്ക് കിട്ടിയേക്കുന്ന s എന്താ? മാക്സിമം വാല്യൂ ആണ്. മാക്സിമം വാല്യൂ. ഇത് v എടുത്തിട്ട് dv/dr എത്ര കിട്ടിയത്? dv/dr എന്ന് പറയുന്നത് s മൈനസ് 6/r² 1/2 ഇൻറ്റു. ഇനി നമ്മൾ അത് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് എസിന്റെ 0 ഇക്വേറ്റ് ചെയ്തിട്ട് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? ആറിന്റെ വാല്യൂ. അപ്പൊ r ഈക്വൽ ടു എന്ത് കിട്ടും? √(s - 2π) എന്ന് കിട്ടും. അത്രയും കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? d²v/dr² കണ്ടുപിടിക്കാം. അപ്പൊ എത്ര കിട്ടും? -6πr എന്ന് കിട്ടും, ലെസ് ദാൻ 0. അപ്പൊ കിട്ടിയ r എന്ന് പറയുന്നത് എന്തായിരിക്കുള്ളൂ? മാക്സിമം ആയിരിക്കുള്ളൂ കേട്ടോ. അത്രയും മതി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എഴുതിയ ഫസ്റ്റ് നമ്മൾ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. എന്തിന്റെ ഇത് മാക്സിമം ആണെന്ന് ചോദിച്ചു. ഇപ്പൊ ഇവിടെ വോളിയം മാക്സിമം ഒന്നല്ല, അപ്പൊ വോളിയത്തിന്റെ ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്.
മനസ്സിലായി. മറ്റേ ക്വസ്റ്റിൽ എന്തായിരുന്നു നേരത്തെ ഇതില് മാക്സിമം വോളി. അപ്പൊ എന്തിന്റെ മാക്സിമം ആണോ ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ഇവിടെ വോളി ആയതുകൊണ്ടിട്ടാണ് വോളി. എച്ച് അതെന്ന് വെച്ചാ എച്ച് എന്ന് പറഞ്ഞ ടേംസ് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റും. അപ്പൊ എല്ലാ ടേംസും എന്തിലോട്ട് മാറ്റണം? നമ്മുടെ ആ ഡെറിവേറ്റീവിലോട്ട് മാറ്റാനാണ് എസ് വെച്ചത്. പറ്റില്ല. ഇങ്ങനെ കേട്ടാ. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ ചെയ്തു. ഇപ്പൊ ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് തുടങ്ങിക്കോട്ടാ ചാപ്റ്റർ. ഇനി അടുത്ത ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? മെട്രിക്സ്. ഫസ്റ്റ് ഇനി നീ എന്താ നോക്കാൻ പോണ? ഫസ്റ്റ് ചാപ്റ്റർ എടുത്തേ. ഓർഡർ മെട്രിക്സ്. മെട്രിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? ഫസ്റ്റ് റിലേഷൻ ഓഫ് ഫംഗ്ഷൻ അല്ലേടാ? നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ എടുത്തരാ ദേവൻ ഇവിടെ സെക്കൻഡ് ആളെ ട്രിഗോണോമെട്രി ആയിരുന്നേക്കണല്ലേ. മെട്രിക്സിൽ മെയിൻ ആയിട്ട് എന്തൊക്കെ പഠിക്കണം? പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കൂ. ടെക്സ്റ്റ് ഉണ്ടാ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. മെട്രിക്സിന് ഒന്നും ചോദിക്കില്ല അവര്. എന്താണ് ചിലപ്പോ രണ്ട് മെട്രിക്സ് ഈക്വൽ രണ്ട് മെട്രിക്സ് വന്നിട്ട് എക്സിന്റെ ഓരോ മെട്രിക്സിന്റെ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ പറയും. അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ. പിന്നെ കോളം മെട്രിക്സ് അറിയാം, റോ മെട്രിക്സ് അറിയാം, സ്ക്വയർ മെട്രിക്സ് അതൊന്നും ചോദിക്കൂല അവര്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റോസും കോളവും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോ മാത്രമുള്ള മെട്രിക്സ്. കോളം മെട്രിക്സ് കോളം മാത്രം ഉണ്ടാവുള്ളൂ അതിന്. പിന്നെന്താ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഐഡന്റിറ്റി മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽസിൽ മാത്രമേ എന്താ ഉണ്ടാവുള്ളൂ? 1ഉം 2ഉം വാല്യൂസ് വരുള്ളൂ. ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും? സീറോ മൾട്ടിപ്ലൈ ആയി. പിന്നെ സ്കെയിലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽസ് എല്ലാം ഒരേ വാല്യൂ വരും, ബാക്കിയെല്ലാം എന്ത് വരും? സീറോ വരും. പിന്നെ ഐഡന്റിറ്റി മെട്രിക്സിലാണ് ഡയഗണൽ എലമെന്റ്സ് 1 വരുന്നത്, ബാക്കിയെല്ലാം സീറോ വരുന്നത്. പിന്നെ സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം സീറോ ആയിട്ടുള്ള മെട്രിക്സ്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ് തന്നിട്ട് എക്സിന്റെയും വൈയുടെയും വാല്യൂ അത് ഉപയോഗിക്കും. അതാണ് ഫസ്റ്റ് എക്സസൈസ്. ഇനി അടുത്തത് മെട്രിക്സ് അഡീഷൻ എന്താ ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് ആഡ് ചെയ്യാം. സബ്സ്ട്രാക്ഷനും അങ്ങനെ തന്നെ, അതറിയാലോ. മൾട്ടിപ്ലിക്കേഷനാ ഫസ്റ്റ് എന്താ? നമ്പർ ഓഫ് റോസ് അല്ലേ? നമ്പർ ഓഫ് റോസ് മറ്റേ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് എന്നിട്ട് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ. അത് നമുക്ക് ഒരെണ്ണം ഒരു ജസ്റ്റ് ഒരു നിക്ക് എന്താണ്? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. അത് മിക്കപ്പോഴും മറന്നു. 2, 5, 8, 10 2, 5, 8, 10 into 5, 15. അപ്പൊ ഫസ്റ്റത്തെ എന്താ ചെയ്യാ? റോ എടുക്ക, മറ്റേ കോളം എടുക്ക. അപ്പൊ 2 into 5 പ്ലസ് 5 into 15. അടുത്ത മെട്രിക്സ് അടുത്ത എലിമെന്റ് എവിടെ എഴുതണം? താഴെ എഴുതണോ മുകളിൽ എഴുതണോ? 2 into 5 പ്ലസ് 5 into 10. അത് കഴിഞ്ഞ് അടുത്ത നമ്മൾ എന്താ കൺസിഡർ ചെയ്യാൻ പോണ? അപ്പുറത്തെ ആണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതിയാല്. ഇനി അടുത്തത് നമ്മൾ അടിയിലത്തെ റോ ആണെങ്കിൽ അതിന്റെ താഴെ എഴുതുക. അപ്പൊ എന്ത് വരും? 8 into 5 പ്ലസ് 10 into 15. അപ്പൊ എത്ര കിട്ടും? 260 by 540. ഓക്കെ. ഇനി അടുത്തേക്ക് 2, 5, 8, 10 in 5 into 2 into 5 plus 5 into 15.
മൾട്ടിപ്ലൈ ചെയ്യാൻ മാറിപ്പോയത് ചിലവര് എക്സാമിന് എല്ലാം പഠിച്ചിട്ട് ഇതുകൊണ്ട് തെറ്റിക്കും. ഇനി അടുത്തത് ഒരെണ്ണം നിന്റെ മാത്രല്ല കുറെ പേര് അങ്ങനെ ഞാൻ വരെ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അതുകൊണ്ട് എടാ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഞാൻ വരെ തെറ്റിച്ചിട്ടുണ്ട്. അവസാനം വരുമ്പോ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കും, എത്രയൊക്കെ ആലോചിച്ചാലും കിട്ടൂല ആ സമയത്ത്, ബ്ലാങ്ക് ആയിപ്പോ. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ എക്സാമിന് മുമ്പ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാട്ടെ. 2 5 8 10 5 4 15 14 മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഇവിടെ എഴുതുക. പിന്നെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം വരുമ്പോ അതിന്റെ തന്നെ 4 into 4 മെട്രിക്സ് 2 into 2 മെട്രിക്സ് വരുള്ളൂ കേട്ടോ. ചെയ്തിട്ട് പറഞ്ഞാൽ മതി. മെട്രിക്സ് ഒക്കെ ഓടിച്ചു വിടട്ടാ. കിട്ടിയാ നിങ്ങൾ ഫുഡ് കഴിച്ചാ? എന്നിട്ട് എവിടെ പോയി കഴിച്ചപ്പോ? അങ്ങനൊരു അവസരം കിട്ടാൻ നോക്കിയിരിക്കണേ പുറത്ത്. നീ തന്നെ ഇവിടെ ഇരുന്നിട്ട് നിനക്ക് ബോറടിക്കുമല്ലോ എന്തായാലും. കിട്ടിയാ? തലക്കെട്ടേ മുട്ടു. 208 ചെയ്ത് നോക്കിട്ടോ ദേവ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എ ബി ഈക്വൽ ടു എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. പക്ഷേ എ ബി ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്? ബി എ ആയിരിക്കും. എപ്പോഴും ഇല്ല. എ ബി നോട്ട് ഈക്വൽ ടു ബി എ. അത് പ്രൂവ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും. 3x3 മെട്രിക്സ് ആയിരിക്കും ചോദിക്കണം 1 മാർക്കിന്. എ പ്ലസ് ബി ഈക്വൽ ടു എന്താണ്? ബി പ്ലസ് എ ആണ്. പക്ഷേ എ ബി ഇസ് നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും? ബി എ ആയിരിക്കും. അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല എന്നാ പറഞ്ഞ? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോസ് വാട്ട് യു മീൻ ബൈ റോ എന്താക്കണം? കോളാക്കണം. കോളം റോ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ആക്കിയാൽ മതി. ഒരെണ്ണം ആക്കുമ്പോ ഫസ്റ്റത്തെ റോ കോളാക്കാം, രണ്ടാമത്തെ റോ കോളാക്കാം. രണ്ടും ആക്കി വെക്കരുത്, അപ്പൊ തിരിച്ചാ മെട്രിക്സ് തന്നെ. ഇനി നീ ഫസ്റ്റ് റോ കോളാക്കി തിരിച്ച് പിന്നെ ആക്കരുതെന്ന്. ഏതെങ്കിലും റോ ആണെങ്കിൽ ഫസ്റ്റ് റോ കോളാക്കാം, മറ്റേ റോ കോളാക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോളം റോ ആക്കാം, അങ്ങനെ ചെയ്യാം. രണ്ടും ഒറ്റയടിക്ക് ചെയ്യരുതെന്ന്. റോയും കോളം ഒരുമിച്ചാക്കണം. അടുത്തത് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെട്രിക്സിന്റെ എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടും? എ ട്രാൻസ്പോസ്. അതായത് ഒരു പ്രാവശ്യം ട്രാൻസ്പോസ് എടുത്ത് പിന്നെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടുള്ളൂ? എ കിട്ടും. ഇനി കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കെ എ ട്രാൻസ്പോസ് തന്നെയാണ്, അതൊന്നും പറയണ്ടല്ലോ. ഇനി എ ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ബിയും മൾട്ടിപ്ലൈ ചെയ്ത് കെ കോൺസ്റ്റന്റ് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുക്കണ എന്തിനോട് ഈക്വൽട്ടാ? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇത് ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ ചോദിക്കും കേട്ടോ. ഇനി സെമിട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിമിട്രിക് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആണെങ്കിൽ മെട്രിക് എന്തായിരിക്കും? മെട്രിക്സ് സിമിട്രിക് ആയിരിക്കും. സ്ക്യൂ സിമിട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്ത് വരണം? മൈനസ് എ. ഇനി ഇത് ചോദിക്കൂ കേട്ടോ. അതായത് എ സ്ക്വയർ മെട്രിക്സ്, ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റോസും കോളവും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ്. ആ മെട്രിക്സിന് നമുക്ക് എപ്പോഴും എന്താക്കി മാറ്റാൻ പറ്റും? സം ഓഫ് സിമിട്രിക് ആൻഡ്
സ്ക്യൂ സിമിട്രിക്കിന്റെ സം ആക്കാൻ പറ്റും. അതിന്റെ ഇക്വേഷൻ എന്താ? 1/2 ഇൻറ്റു പഠിച്ചിട്ടില്ലേ? അതായത് ഒരു മെട്രിക്സിനെ എന്താക്കാൻ പറ്റും? സ്ക്യൂ സിമിട്രിക്കിന്റെയും സിമിട്രിക്കിന്റെയും സം ആക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് ചോദിച്ചേക്കണം. എങ്ങനെയാ സം ആക്കണത്? ഒരു മെട്രിക്സ് എനെ നമുക്ക് എങ്ങനെ സം ആക്കി എഴുതാം? എന്താ? ഇങ്ങനെ എഴുതാൻ പറ്റും. A ഈക്വൽ ടു 1/2 A പ്ലസ് A ട്രാൻസ്പോസ് പിന്നെന്താ പ്ലസ് 1/2 A മൈനസ് A ട്രാൻസ്പോസ്. അപ്പൊ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈക്വൽ ടു A തന്നെ കിട്ടും നമുക്ക്. അപ്പൊ സിമിട്രിക്കിന്റെ സമ്മും സ്ക്യൂ സിമിട്രിക്കിന്റെ സമ്മും ആക്കി എഴുതാൻ പറ്റും. പ്ലസ് ഉണ്ട് നടുക്ക് ഇട്ടാ പ്ലസ്, അവിടെ പ്ലസ് ഇട്ടിട്ടില്ല, നടുക്കിട്ട. അവിടെ കൊണ്ടാണ് ഇട്ടേക്കണം. അപ്പൊ ഒരെണ്ണം എനിക്ക് എക്സ്പ്രസ് ദ മെട്രിക്സ് B ഈക്വൽ ടു 2 മൈനസ് 2 മൈനസ് 4 മൈനസ് 1 3 4 1 മൈനസ് 2 മൈനസ് 3 ആസ് എ സം ഓഫ് സിമിട്രിക് ആൻഡ് സ്ക്യൂ സിമിട്രിക് മെട്രിക്സ്. അതിന്റെ സമ്മാക്കി എഴുതാട്ടാ. എന്താണ് ട്രാൻസ്പോസ് എടുത്തോ? എന്നിട്ട് സമ്മ ആഡ് ചെയ്ത് വെച്ചോ ഇതുപോലെ. A പ്ലസ് 1/2 ഇൻറ്റു 1/2 അകത്തോട്ട് എടുക്കണം കേട്ടോ. 3 മാർക്ക് ചിലപ്പോൾ 2 മാർക്കിനായിരിക്കും, നിങ്ങൾക്കൊക്കെ 2 മാർക്കിനേ ആയിരിക്കുള്ളൂ.
അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എന്ത് തന്നെ കിട്ടണം? ബി തന്നെ കിട്ടണം കാണിച്ചു കൊടുക്കണം. അത് ചെയ്ത് മൊത്തം കാൽക്കുലേഷൻ ചെയ്യുമ്പോ എ തന്നെ കിട്ടണം നമുക്ക് കേട്ടോ. എ കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും തെറ്റിട്ടുണ്ടാവും. നിങ്ങൾ എങ്ങനെ രാവിലെ വൈകുന്നേരം വരെ ഇരുന്നടാ? ഭ്രാന്ത് പിടിച്ചില്ല തലക്ക്. അതാരാണ് കാണിച്ചു വെച്ചിരുന്നത്? എലമെന്ററി ഓപ്പറേഷൻ നിങ്ങൾക്കില്ലല്ലോ. കിട്ടിയോ? കിട്ടിയില്ലടാ? ചെയ്താടാ. അതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണതിന് ഇപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ട്? പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ ആയിരിക്കോ? എന്ത്? അതെന്താ? എന്ത് പരീക്ഷ എഴുതില്ല? പ്രീ മോഡലോ? ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെട്രിക്സിന്റെ ഒരു മെട്രിക്സ് വേറൊരു മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഐ തന്നെ കിട്ടണം. അതായത് അപ്പോ ഒരു മെട്രിക്സ് വേറൊരു മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ കിട്ടണമെങ്കിൽ ഈ ബീനെ നമുക്ക് എയുടെ ഇൻവേഴ്സ് എന്ന് വിളിക്കാം. എന്താണ്? ഒരു മെട്രിക്സ് ഇപ്പൊ നമ്മൾ പറയല്ലേ അതായത് ഒരു മെട്രിക്സിന്റെ എന്താണ്, ഒരു മെട്രിക്സ് വേറൊരു മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേ മെട്രിക്സ് നമുക്ക് എന്ത് വിളിക്കാം? ഇതിന്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കാം. തിരിച്ച് ഇതിന്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കാം. അതിന് യൂണീക്നെസ് തിയറം ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അത് നോക്കണം കേട്ടോ. യൂണീക്സ് തിയറം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇപ്പൊ ഈ ഇൻവേഴ്സിന്റെ കാര്യം ആലോചിക്കുമ്പോൾ 1ന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? 2ന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? -2 ആണോ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/2 ആയിരിക്കും കേട്ടോ. അങ്ങനെ ആലോചിച്ചാൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ കിട്ടണം. അപ്പൊ അത് എപ്പോഴും എന്തായിരിക്കുള്ളൂ? 2ന്റെ ഇൻവേഴ്സ് എപ്പോഴും 1/2 തന്നെ ആയിരിക്കും. എപ്പോഴും ഒന്നായിരിക്കുള്ളൂ യൂണിക്നെസ്. 1/2 1/2ന് എന്തായിരിക്കുള്ളൂ? 2 ആയിരിക്കുള്ളൂ. അപ്പൊ വേറെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടുമോ? എന്ത് കിട്ടും? 2/4 എന്ന് പറഞ്ഞാൽ 1/2 തന്നെയല്ലേ. അപ്പൊ എപ്പോഴും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എപ്പോഴും എന്താ ഉണ്ടാവുള്ളൂ? ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അപ്പൊ യൂണിക്നെസ് തിയറം ചോദിക്കും. അതൊന്ന് ചോദിക്കണം. അപ്പൊ പ്രൂവ് ചെയ്യാനുണ്ടാവും. ഇനി ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ഇല്ലല്ലോ എനിക്ക്. ഈ ടെക്സ്റ്റിൽ ഇത് പഴയതല്ലേ? ഇത് പഴയതായോണ്ടട്ടെ. എനിക്ക് ഇൻവേഴ്സ് വരെ ഉള്ളതാടാ. വേറെ കുറെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത്രയും ചാപ്റ്റർ ഈ മെട്രിക്സ് ഇത്രയും പഠിക്കാനുള്ള എന്തൊക്കെ പഠിക്കാനുണ്ട്? ടൈപ്സ് ഓഫ് മെട്രിക്സ് പഠിക്കുക. പിന്നെന്താ? ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ്, സമ്മ്, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുക. പിന്നെന്താ? എനി മെട്രിക്സ് ക്യാൻ ബി എന്താണ്? വി ക്യാൻ റൈറ്റ് ഇൻ ദ ടേംസ് ഓഫ് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് പഠിക്കുക. എന്താണ്? ഇൻവേഴ്സ് മെട്രിക്സ് എന്താന്ന് പഠിക്കുക. എന്താണ്? അത് ഡിറ്റർമിനന്റ്.
അത് മൾട്ടിപ്ലൈ ആണ്, മറ്റേ അരുന്ധതി കാണിച്ച മെത്തേഡാടാ. മൾട്ടിപ്ലൈ ആവാൻ വേണ്ടിട്ട് അവൾ ഒരു എളുപ്പം മെത്തേഡാന്ന് പറഞ്ഞില്ല. അപ്പൊ ഇത്ര ഒന്ന് ജസ്റ്റ് ഇപ്പൊ എല്ലാം ഏകദേശം മനസ്സിലായ ടോപ്പിക്ക്. ഇനി ഇതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ തരാം ഈ ചാപ്റ്ററിൽ നിന്ന് ഫുള്ള്. അത് ഏത് കാണിച്ചാൽ പോവാം എക്സാം പോലെ. അന്ന് നോക്കിക്കോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോ. വേണമെങ്കിൽ എടുത്ത് നോക്കട്ടെ. എന്നാ 3 നല്ല വലുത് തരാം. നോക്കെന്തെങ്കിലും എടുത്ത് ആ ടെക്സ്റ്റ് തുറന്ന് ഈ ചാപ്റ്റർ. അപ്പൊ നിനക്ക് പെട്ടെന്ന് ചെയ്യാം അല്ലേ? അവിടെ ഇവിടത്തെ മറ്റേ ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ നമ്മള് എന്താ അടുത്ത ദിവസം വരുമ്പോ നിങ്ങൾ അത് കൊണ്ടുവരാം കേട്ടോ. അവിടെ ഇല്ലടാ. ഓ അത് ഭയങ്കര മറ്റേ നിങ്ങൾക്ക് ഡിലീറ്റഡ് പോർഷനും കൂടി ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഇവിടുത്തെ സാധനം കൊണ്ട് നമ്മുടെ അടുത്ത ക്ലാസ്. അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് മറ്റേ കൊതുകിനടിക്കാൻ വെച്ചേക്കണല്ലേ. എടുത്തിട്ട് വാ. പിന്നെ എന്തിനാ വെച്ചേക്കണ? മൗസിന് മറ്റേ ഇതിന് വേണ്ടി വെച്ചേക്കണം. ഷോ ദാറ്റ് ആണ്. വേണ്ട. ഇൻവേഴ്സിന്റെ ഫോർമുല അറിയാലോ. അല്ല മെട്രിക്സ് അല്ലേ ഇത്? ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ അറിയാലോ. ട്രാൻസ്പോസ് ഇത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തേവാ നോക്കിട്ടോ ടെക്സ്റ്റില്. ആദ്യം ഇത് തരും. ഇതിന്ന് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം കേട്ടോ. 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കേ. അത് ഇവിടെ വെച്ചേക്കുന്ന ടെക്സ്റ്റ്. തണുപ്പ് കൂടുതലാണ് അവിടെ. ഇത് 27 ആണ്. 27 ഇട്ടിട്ട് ഭയങ്കര തണുപ്പല്ല. എനിക്ക് അവിടെ എന്നിട്ട് കാലൊക്കെ മരവിച്ചായിരുന്നു. ഈ എ സിക്ക് അങ്ങനെ ഇതൊന്നുമില്ല തോന്നുന്നു. ഈ എ സി അല്ലേ കംപ്ലൈന്റ് ആന്ന് പറഞ്ഞെങ്കിൽ എന്ന് വെച്ചാൽ എത്ര ഇട്ടാലും ഒരേ ഇത് തന്നെ വന്നോണ്ടിരിക്കണെന്ന്. ഇവിടെ അല്ലേ ചരിഞ്ഞിരിക്കുന്ന ക്ലാസ് ഒന്നും ഇതല്ലേ, അപ്പുറത്താണ്.
ഇത് പ്രൂവ് ചെയ്യാൻ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതാന്ന് ഫസ്റ്റ് കാണിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എ ഇൻവേഴ്സ് വെച്ചിട്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? ദയവ് ശ്രദ്ധിച്ചോട്ടെ, ഇത് 12a പ്ലസ് ഐ ഈക്വൽ ടു അപ്പുറത്തും എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യണതല്ല, ഇവിടെ ആഡ് ചെയ്യണ പോലെ ചെയ്യണത്. മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ? എ ഇൻവേഴ്സ് ഇൻറ്റു 0 എന്ത് വരും? ഇവിടെ 0 വരും. അപ്പൊ ഇനി നോക്കിക്കേ, ഇവിടെ എ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് എഴുതാല. മൈനസ് 12 എ ഇൻറ്റു എ ഇൻവേഴ്സ് പ്ലസ് ഐ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു 0 അല്ലെ? ഇനി നോക്കിക്കേ, എ ഇതിന്റെ അകത്തുനിന്ന് ഒരു എ ഇൻവേഴ്സ് ഒരു എയും കൂടി ചേരുമ്പോ എന്താവും? അതിന്റെ വാല്യൂ എന്താവും? 1 ആകും. 1 ഇൻറ്റു എ എന്ന് വരുമ്പോ എന്ത് വരും? എ തന്നെ വരും. അപ്പൊ ഇത് നമുക്ക് എ എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കിക്കേ, മൈനസ് 12 ഇൻറ്റു എ ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? എയും എ ഇൻവേഴ്സും വരുമ്പോ എന്താവും? ഐ അല്ലേ? 1 എന്ന് പറയുന്നത് ഐ ആണ് നമ്മുടെ ഐ. പ്ലസ് ഐ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ത് വരും? എ ഇൻവേഴ്സ് ഉണ്ട് അല്ലെ? ഐ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് ആലോചിക്കും. ഐഡന്റിറ്റി മെട്രിക്സ് 1 ഈക്വൽ ടു 0 കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാലോ. എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്ത് വരും? ഇതാ. ഇല്ല, അത് പോവില്ല. ഐ ഈക്വൽ ടു മനസ്സിലായില്ല. ഇത് രണ്ടും കൂടി എയും എ ഇൻവേഴ്സും ആയപ്പോ 1 ആയി. എ പ്ലസ് അല്ലല്ല 1 അല്ല, എ ഇൻറ്റു എ ഇൻവേഴ്സ് ആ 1. ഇനി നമുക്ക് എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്ത് ചെയ്യാം? ഈ എയിന് അപ്പുറത്ത് എടുക്കും, മൈനസ് എ പ്ലസ് 12 ഇത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എ ഇൻവേഴ്സ് കിട്ടും. ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമല്ലേ? ആ സോൾവ് ചെയ്യാൻ കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സ്ക്വയർ ആണെങ്കിൽ എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ക്യൂബ് ആണെങ്കിൽ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായോ? ചെയ്താ ദേവൻ ഇത് ഇത് എഴുതിയെടുക്കട്ടെ. ഇത്രോ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കേ. അവിടെ നോക്കട്ടെ. മുന്നത്തെ ക്വസ്റ്റ്യൻ എവിടെയാ? ഇതല്ലേ? അടുത്തത് ഏതാണ്? കഴിഞ്ഞാ? ദേവന്റെ കഴിഞ്ഞാ? ഇത് കാണിച്ചിട്ട് പോയാൽ മതി കേട്ടാ. അടുത്തത് മെട്രിക്സ് അത്രയല്ലേ ഉള്ളു. ഡിറ്റർമിനൻസ് നോക്കണം. ഡിറ്റർമിനൻസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിച്ചിട്ട് വരണോട്ടെ ദേവൻ. അടുത്ത ദിവസം വരുമ്പോ അരമണിക്കൂർ ഞാൻ പഠിക്കാൻ തരാം ഇവിടെ വന്നിട്ട് റിവൈസ്. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഡിറ്റർമിനൻസ് ചെയ്യാം. ഡിറ്റർമിനൻസ് മാത്രം മതിയായിരിക്കും ഒരു ക്ലാസ്. അപ്പൊ അത് ഇവിടെ ഇരുത്തി പഠിപ്പിക്കാം. പിന്നെ അത് കഴിഞ്ഞ് റിവൈസ് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതുപോലെ തന്നെ പോവാം. അപ്പൊ നോക്കിയിട്ട് വരണം. ഫോണാണോ നീ? അവനെ ചെയ്യട്ടെ. എന്താ എവിടെ കാണിച്ചേ? നീ എപ്പോഴാ പഠിക്കാൻ പോണ ദേവാ? പഠിച്ചു തുടങ്ങി ഉറങ്ങി തുടങ്ങിയില്ല കൊണ്ടല്ലേ?